ഇന്ത്യൻ പാർലമെന്റിൽ അടുത്തിടെ അവതരിപ്പിച്ച ഒരു പുതിയ ബില്ല് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. 5 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റിലായ 30 ദിവസം തുടർച്ചയായി ജയിലിൽ കഴിയുന്ന പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എന്നിവരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ബില്ല്. കേന്ദ്ര സർക്കാർ ഈ ബില്ലിനെ ഭരണഘടനാപരമായ ധാർമ്മികത സംരക്ഷിക്കാനും പൊതുജന വിശ്വാസം ഉറപ്പാക്കാനുമുള്ള ഒരു നിർണായക നീക്കമായി വിശേഷിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം ഇതിനെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള കേന്ദ്രത്തിന്റെ തന്ത്രമായി കാണുന്നു. ഈ ബില്ലിന്റെ നിയമപരമായ സാധുത, രാഷ്ട്രീയപരമായ പ്രത്യാഘാതങ്ങൾ, അത് ഉയർത്തുന്ന ഭരണഘടനാപരമായ ചോദ്യങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുമുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾ അധികാര സ്ഥാനങ്ങളിൽ തുടരുന്നത് ഭരണഘടനാപരമായ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന് സർക്കാർ വാദിക്കുന്നു. അഴിമതിയും ഗുരുതരമായ കുറ്റകൃത്യങ്ങളും സമൂഹത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തോട് വിശ്വാസം ഇല്ലാതാക്കുന്നു. ഈ ബില്ല് നടപ്പിലാക്കുന്നതിലൂടെ അഴിമതിക്ക് കടിഞ്ഞാണിടാനും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ കുറ്റവാളികളെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ഒരു ശക്തമായ നിയമനിർമ്മാണമായും ഇതിനെ കാണുന്നുണ്ട്. ഈ ബില്ല് ജനാധിപത്യത്തിന്റെ ശുദ്ധീകരണം ലക്ഷ്യമിടുന്നുവെന്ന് സർക്കാർ വാദിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ ഉദ്ദേശത്തെക്കുറിച്ച് പ്രതിപക്ഷം ശക്തമായ സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയ പകപോക്കലിനുള്ള ആയുധമാണോ? ഈ ബില്ലിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധവും ഉയർത്തി. പ്രതിപക്ഷത്തിന്റെ പ്രധാന ആശങ്കകളും നിരവധിയാണ്. കേന്ദ്ര ഏജൻസിയായ CBI, ED എന്നിവയെ പ്രതിപക്ഷ പാർട്ടിക്കെതിരെ ഉപയോഗിക്കുന്നുവെന്ന നേരത്തെ തന്നെ ആരോപണങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ബില്ല് കേന്ദ്രത്തിന് ഇഷ്ടമില്ലാത്ത മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും എളുപ്പത്തിൽ ജയിലിൽ അടച്ച് സ്ഥാനത്തെറിപ്പിക്കാനുള്ള ഒരു ആയുധമായി മാറും. ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്യാനും 30 ദിവസം തടവിലിടാനും കേന്ദ്രത്തിന് എളുപ്പത്തിൽ കഴിയുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു നിയമപരമായ വഴി തുറക്കും. മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ഈ നിയമവുമായി കൂട്ടിക്കുഴയ്ക്കുമ്പോൾ ഈ ആശങ്കകൾ കൂടുതൽ ശക്തി ലഭിക്കുന്നു. സംസ്ഥാനങ്ങളുടെ ഭരണകാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്ന ഈ ബില്ല് രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയ്ക്ക് ഭീഷണിയാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ കേന്ദ്രത്തിന് കൂടുതൽ അധികാരം നൽകുന്ന ഈ നിയമം സംസ്ഥാനങ്ങളുടെ സ്വയംഭരണ അവകാശത്തെ ദുർബലപ്പെടുത്തും. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായ ഫെഡറലിസത്തിന് വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. ഈ നിയമം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നിരപരാധികളായ മന്ത്രിമാരെ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് 30 ദിവസത്തേക്ക് ജയിലിൽ പാർപ്പിക്കാൻ കഴിഞ്ഞാൽ അത് സർക്കാരിനെ താഴെയിടാൻ മതിയായ കാരണമാകും. പ്രതിപക്ഷ സർക്കാരുകൾക്ക് ഈ നിയമം വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്യും. പ്രതിപക്ഷ സഖ്യം ഈ ബില്ലിനെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ് MP ശശി തരൂരിന്റെ നിലപാടും വ്യത്യസ്തമായിരുന്നു. ബില്ലിനെ പിന്തുണച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശം പ്രതിപക്ഷത്തെ മാത്രമല്ല കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നതയുണ്ടോ എന്ന സംശയവും ഉയർത്തി. പൊതുജന വിശ്വാസം സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണം ബില്ലിന്റെ ഉദ്ദേശത്തെ പിന്തുണയ്ക്കുന്ന ഒന്നായിരുന്നു. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിൽ നിന്ന് വിഭിന്നമായിരുന്നത് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശക്തമായി ബില്ലിനെ എതിർക്കുകയും ഗുജറാത്തിൽ അമിത് ഷാ അറസ്റ്റിലായ പഴയ സംഭവം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തതും ഈ ബില്ലിനോടുള്ള പാർട്ടിയുടെ പൊതു സമീപനം വ്യക്തമാക്കുന്നുണ്ട്. പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ വലിയ ബഹളങ്ങളാണ് അരങ്ങേറിയതും. പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർത്തു. ഭരണഘടനാ വിരുദ്ധമായ ബില്ലാണെന്ന് ചൂണ്ടിക്കാട്ടി NK പ്രേമചന്ദ്രൻ അവതരണത്തെ എതിർത്തു. തൃണമൂൽ കോൺഗ്രസ് MPമാർ ബില്ല് വലിച്ചു കീറിയെറിഞ്ഞാണ് പ്രതിഷേധിച്ചത്. ഈ ബില്ലിനോടും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഒരു രാഷ്ട്രീയ നിലപാടിനപ്പുറം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ആശങ്കകളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ബില്ല് നിയമമായാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. സംസ്ഥാന സർക്കാരുകളുടെ തലവനായ മുഖ്യമന്ത്രിയെ തടവിലാക്കി സ്ഥാനം തെറിപ്പിക്കാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്നതും രാജ്യത്തിന്റെ അധികാര വിഭജന തത്വങ്ങളെ ലംഘിക്കുമോ? ഒരു വ്യക്തി കുറ്റവാളിയാണെന്ന് കോടതിയിൽ തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ കേവലം അറസ്റ്റിന്റെ പേരിൽ സ്ഥാനം നഷ്ടമാകുന്ന അവസ്ഥ നിയമവാഴ്ചയ്ക്ക് നിരക്കുന്നതാണോ? ഈ നിയമം പ്രതിപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ അസ്ഥിരത വർദ്ധിപ്പിക്കാൻ കാരണമാകും. ചെറിയ കുറ്റകൃത്യങ്ങളിൽ പോലും ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ഭരണം കൂടുതൽ ദുഷ്കരമാകും. ഈ ബില്ലിന്റെ നിയമപരമായ സാധ്യതയെക്കുറിച്ച് സുപ്രീം കോടതിയിൽ ചോദ്യങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ഈ ബില്ല് ലംഘിക്കുന്നുണ്ടോ എന്നും കോടതിക്ക് പരിശോധിക്കേണ്ടി വരും. ചുരുക്കത്തിൽ ഈ ബില്ല് ഇന്ത്യൻ ജനാധിപത്യത്തെ ശുദ്ധീകരിക്കാനുള്ള ശ്രമമാണോ അതോ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി അധികാര ദുർവിനിയോഗം നടത്താനുള്ള ഒരു പുതിയ വാതിൽ തുറക്കാനുള്ള ശ്രമമാണോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളും പ്രതിഷേധങ്ങളും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതിലും നിർണായകമാണ്.